ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനും എൻ്റെ രാഹുലേട്ടനും കൂടെ ഇന്ന് നമ്മുടെ വീടിനടുത്തുള്ള ഒരു പാർക്കിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളധികം ഈ പാർക്കിലോട്ട് പോകാറുണ്ട്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇതാണ്ടോ നമ്മുടെ വീടിനടുത്തുള്ള പാക്കറ്റ് സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് DHLൻ്റെ ഈ ഒരു പാക്കറ്റ് സ്റ്റേഷനിൽ ഇവിടെയാണ് അവർ ആ ഒരു പാർസൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് എടുക്കാം. ഇതൊരു കിൻഡർ ഗാർഡനാണ്. ഇപ്പോൾ കണ്ടില്ലേ, അവിടെ കിൻഡർ ഗാർഡൻ ഉണ്ട്. ആ ഒരു ഏരിയയിൽ ഇപ്പോൾ ബ്ലാങ്ക് ആണ്, പക്ഷെ അവിടെ സാറ്റർഡേ മാർക്കറ്റ് വരും. അപ്പോൾ കുറേ ഷോപ്സൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. ഞാനത് വേറെ വീഡിയോ ഇട്ട് ഇടാം. ഇതാണ്ടോ, ഇത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ലിഡിലാണ്. ഇവിടെ നിന്നാണ് ഞാൻ ഏകദേശം സാധനങ്ങളൊക്കെ, നമ്മുടെ വീട്ടിലേക്കുള്ള വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. പിന്നെ അത് മാത്രമല്ല, ബാക്കിയുള്ള കടയിനെ കമ്പയർ ചെയ്യുമ്പം നമ്മുടെ ലിഡിൽ എന്ന് പറയുന്നത് കുറച്ച് ചീപ്പറായിരിക്കും. അപ്പം നമ്മൾ മലയാളികളല്ലേ, എന്തെങ്കിലും വിലക്കുറവിന് കിട്ടുന്നത് നമ്മൾ എന്തായാലും അവിടെ പോവുള്ളൂ. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു. അപ്പോൾ ഇത് കണ്ടോ, ഏതൊരു റീലിൽ ഞാൻ കേട്ടിരുന്നു, ജർമ്മനിലെ പട്ടി കുരയ്ക്കാൻ മാത്രമേ ഉള്ളൂ, കടിക്കില്ല എന്നത്. ശരിയാണ്, കുരയ്ക്കാൻ മാത്രമേ ഉള്ളൂ, കടിക്കൊന്നുമില്ല. പക്ഷെ ഇൻ കേസ് കഴിച്ചാൽ നമുക്ക് ഒരു 6,000 euro വരെ ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പാർക്ക്. ഇവിടെ ചെറിയ പിള്ളേർ കളിക്കാൻ വരും, അതുപോലെ തന്നെ അപ്പൂപ്പന്മാർ അമ്മൂമ്മമാർ എല്ലാവരും വരും. നമ്മളെ നാട്ടിൽ പാടത്തൊക്കെ കള്ളും കുടിച്ചിരിക്കില്ലേ, അതേപോലെ ഇവിടുത്തെ ആൾക്കാർ ബിയർ അടിച്ചിരിക്കുന്ന സ്ഥലമാണിത്. ഇത് കണ്ടോ, ഇവിടെ താറാവല്ല, അതൊരു കാനഡ ഗീസ് അങ്ങനെയാണ് അതിനെ പറയുന്നത്. അതിന് ബ്രീഡ് ചെയ്യുന്ന സമയത്ത് ആക്കിയിട്ടുള്ള ഒരു സ്ഥലമാണത്. പുല്ലൊക്കെ വെച്ചിട്ട് അത് അവർ തന്നെ അവിടെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതാണ് ആ ഒരു ഗീസ്. നല്ല ഭംഗിയില്ല ഇതിനെ കാണാൻ. നമ്മുടെ നാട്ടിലെ നമ്മുടെ താറാവിനൊക്കെ പോലെ ഉണ്ടെങ്കിലും താറാവല്ല. ഇതിനൊക്കെ എടുത്തിട്ട് എന്താ പറയുക, വറുത്തടിക്കുക എന്നൊക്കെ വിചാരിച്ച് ഞാൻ നടക്കണ കാര്യമല്ല. കാരണം ഏതൊരു ബംഗ്ലാദേശുകാരൻ ഇതിനെ അങ്ങനെ എന്തോ ചെയ്തിട്ട് ആളെ ഡീപ്പോർട്ട് ചെയ്തു എന്നൊക്കെയാണ് കേൾക്കണത്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു സ്ഥലം നോക്കി അവിടെ പോയി ഇരുന്നു. ഇവിടെ എല്ലാവരും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഫുഡ് എടുത്തിട്ട്, അത് വീക്കെൻഡ് ആയതുകൊണ്ട് ഫുഡൊക്കെ വീക്കെൻഡിലായിരിക്കും ഇവിടെ ഫുള്ള് ആൾക്കാർ വരുന്നത്. ഫുഡൊക്കെ എടുത്തിട്ട് അവിടെ വന്ന് കൊണ്ടുവന്ന് കഴിക്കും. പിള്ളേരൊക്കെ കളിക്കാനായിട്ട് വിടും. അങ്ങനെ കുറേ അപ്പൂപ്പന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കും, പട്ടീനൊക്കെ കൊണ്ടുവന്നിട്ട്. ഇവിടുത്തെ ഡോഗ് എന്ന് പറയുന്നത് ജർമ്മനിയിൽ എന്താ പറയുക, ഡോഗ്സിന് നമ്മൾ ഒരു ഹ്യൂമനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ട്രീറ്റ് ചെയ്യണം. പ്രോപ്പർ കെയറൊക്കെ കൊടുത്തിട്ട് എക്സസൈസൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഇവർ ഒരു ഹ്യൂമനെ ട്രീറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് അതുപോലെയാണ് ഇവിടെ ഡോഗിനെ ട്രീറ്റ് ചെയ്യുന്നത് ജർമ്മനിയിൽ. ഇവിടെ ഇപ്പോൾ ഒരു ഡോഗിനെ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓണർ ആ ഡോഗിനായിട്ട് ഡോഗിനെ രജിസ്റ്റർ ചെയ്യണം. അതേപോലെ അതിന് ഇയർലി ടാക്സ് ഒക്കെ അടയ്ക്കേണ്ടി വരും, 100 to 150 euro ഒക്കെ വരെ. ഇതുണ്ടോ, ഈ ഏരിയയിൽ കുറേ പട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെയാണ് ഇരുന്നത്. ഈ പട്ടികളൊക്കെ സ്ഥിരം വരുന്ന പട്ടികളാട്ടോ. അപ്പോൾ ഇവരുടെ ഏരിയയാണിത്. അപ്പോൾ വേറെ ഏതെങ്കിലും പട്ടി വന്നു കഴിഞ്ഞാൽ കുറയ്ക്കും. വേണ്ട, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. നമ്മൾ കുറേ സമയം അവിടെ തന്നെ ഇരുന്നു. പിന്നെ അവരോടൊക്കെ സംസാരിച്ചു. നല്ല ഭംഗിയായിരുന്നു ആ ഒരു വ്യൂ കാണാനായിട്ട്. അവിടെ ഇരുന്നിട്ട് അങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇവിടുത്തെ പട്ടികളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ, എന്നാലും ഇവിടുത്തെ ആൾക്കാർ പട്ടീനെ വളർത്തുന്ന സമയത്ത് അവർ ഇൻഷുറൻസ് ഒക്കെ എടുക്കും, ലയബിലിറ്റി ഇൻഷുറൻസ് ഒക്കെ എടുക്കും. അതേപോലെ തന്നെ ഈ ഓരോ പട്ടിയിലും മൈക്രോ ചിപ്പിംഗ് ഒക്കെ ഇവിടെ ചെയ്യും. കാരണം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു പട്ടീനെ മൈക്രോ ചിപ്പിംഗ് ചെയ്യുമ്പം എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പം അതും ആ ഒരു പ്രൊസീജിയർ ഇവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കളിയൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കുറേ സമയം. പിന്നെ നിങ്ങൾ ഈ ഒരു വെഹിക്കിൾ കണ്ടോ, ഇത് ജർമ്മനിയിൽ ബേബീസിനെ കൊണ്ടുപോകുന്ന ഒരു സ്ട്രോളർ എന്ന് പറയും. അത് 2 ടൈപ്പ് ഉണ്ട്. ന്യൂ ബോൺ ബേബിക്കാണെങ്കിൽ പ്രാം പറയും. പിന്നെ കുറച്ച് വലിയ പിള്ളേരുടെ ആണ് സ്ട്രോളർ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പം ഇതൊരു അടിപൊളി സംഭവമല്ലേ. ഈ പിള്ളേരെ എടുത്ത് കൊണ്ടുപോകേണ്ട ജോലിയൊന്നും ഇവിടെ ഇല്ല. ജർമ്മനി ഒരു എന്താ പറയുക, ഒരു ബേബി ഫ്രണ്ട്ലി സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടിലും നമുക്ക് ഈ ഒരു സ്ട്രോളർ വെച്ചിട്ട് പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റും. അതൊരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ വൈകുന്നേരം പിള്ളേരൊക്കെ വന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.